എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഒരു കാരണവശാലും പകല് മാത്രമേ ഈ പ്രദേശത്തോട്ട് വരാവുള്ളൂ. പ്ലാപ്പള്ളി എന്ന യാത്രാനുഭവമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. പല വ്യത്യസ്തമായ വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു അഡ്വഞ്ചർ നിറഞ്ഞ ഒരു യാത്ര നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ശബരിമല, അതോടൊപ്പം തന്നെ തൊട്ട് താഴേക്കുന്ന പ്ലാപ്പള്ളി എന്ന് പറയുന്നത്. ഹലോ കൂട്ടുകാരെ, മഴ പെയ്യുന്നത് കൊണ്ടായിരിക്കാം കാട്ടിൽ മൃഗങ്ങളുടെ സാന്നിധ്യം വളരെ കുറവായിട്ട് തോന്നുന്നു. പ്രിയപ്പെട്ട വ്യൂവേഴ്സ്, നമ്മൾ ഇന്ന് ഏകദേശം ഒരു 1:30-2 മണിയാകുന്നു. ഞാൻ ഈ പറഞ്ഞ ഇതായിട്ടുള്ള വനത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. വളരെ വലിയ ഒരു ഉൾക്കാട്ടിലൂടെയാണ് നമ്മളിപ്പോൾ വന്നത്. ആ കാട്ടിൽ നിൽക്കുന്ന നിലയ്ക്കൽ സെൻറ് തോമസ് ചർച്ചിലേക്കുള്ള ആ വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അധികം ആരും തന്നെ ഈ സമയത്ത് ഈ പ്രദേശത്തുള്ള യാത്ര തന്നെ ചെയ്യാറില്ല. ഒത്തിരി വന്യമൃഗങ്ങളും അതോടൊപ്പം തന്നെ വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ്. ഈ മഴയത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ചെറിയൊരു മഴ വരുന്നുണ്ട്, കാണാൻ സാധിക്കും. നിലയ്ക്കൽ പള്ളിയിലേക്കുള്ള ഒരു വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതാണ് വളരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു ഒറ്റവരി പാതയാണ്. വന്യമൃഗങ്ങളുടെ സാഹചര്യങ്ങളുണ്ടാകാം. അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ പോലും തന്നെ പുറംലോകവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും നമുക്ക് ഉണ്ടാകാൻ സാധിക്കത്തില്ല. അത്തരത്തിലുള്ളൊരു വളരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു റോഡ് മാർഗമാണ് നമ്മൾ പോകുന്നത്. അധികമാരും വന്ന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ചർച്ചാണ്. വല്ല തരത്തിലും വല്ല വർഷത്തിലൊക്കെ ഒരിക്കലൊക്കെ ആയിരിക്കും ആളുകൾ പൊതുവെ ഇങ്ങോട്ട് വരുന്നത്. അത്തരത്തിലൊരു ഭയാനകരമായ സാഹചര്യമാണ്. കാടിൻ്റെ നടുവിൽ ഒരു ചർച്ചാണ്. ഏകദേശം മറ്റ് ചില ആളുകളുടെ വീഡിയോസിലൂടെ നിങ്ങൾ കണ്ടു കാണും ഇത്തരം ഒരു പള്ളിയുടെ. ഏകദേശം ഒരു 2:30 സമയമായി, 2:30 മണി അടുത്തായി. ആ കൊടും കാടിനുള്ളിലൂടെ കടന്ന് ഞങ്ങൾ നിലയ്ക്കൽ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഈ ബോർഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 1984, അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് 1 വർഷം മുമ്പാണ് ഈ പള്ളി ഇവിടെ. ഏകദേശം 44 വർഷത്തോളമായി ഈ പള്ളി ഇവിടെ സ്ഥാപിതമായിട്ട്. വരുന്ന വഴിക്ക് ഞങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കാണുകയുണ്ടായി. ഈ കാട്ടിലൂടെ വരുന്നത് ഈ പള്ളിയിലേക്കാണെന്ന് അറിയിച്ചപ്പോഴും മാത്രമാണ് നമ്മളെ കയറ്റി വിട്ടത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു മനുഷ്യനില്ല ഇവിടെ. നാളെ സൺഡേ ആണ്. പ്രത്യേകമായ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. പക്ഷേ ഈ സമയത്ത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടും ഈ ഭാഗത്ത് ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ വരാൻ പറ്റുന്നതും വളരെ മനോഹരമായ ഒരു യാത്രയും ആയിട്ടുള്ള സംഗതിയാണ്. അപ്പം തുടർന്ന് ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെയായി ഇനിയും നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു അനുഭവവുമായി പുതിയ അറിവുകളുമായി ഞാൻ നിങ്ങളോടൊപ്പം ഇനിയും വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. ഇതിൻ്റെ ഈ പള്ളി അടച്ചിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടച്ചിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഒരു കാരണവശാലും പകല് മാത്രമേ ഈ പ്രദേശത്തോട്ട് വരാവുള്ളൂ. പ്ലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട്, ശബരിമല വരുന്ന റൂട്ടിൽ പ്ലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നുകൊണ്ട് ഉൾക്കാട്ടിലോട്ട് കയറുന്ന ഒരു പ്രദേശമാണ്. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം
ഒരു ഏകദേശം 1 മണിക്കൂറോളം ഹെവി ആയിട്ടുള്ള യാത്ര ചെയ്താൽ മാത്രമേ നമുക്കൊരാൾ ഒട്ടനവധി വന്യമൃഗങ്ങളുടെ ഉള്ള കാട് വലിയ കാടാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയം മാത്രമേ ഇത്തരം പ്രദേശങ്ങളിലേക്ക് വരാവുള്ളൂ. യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എൻ്റെ വേറൊരു ആവശ്യാർത്ഥം എൻ്റെ സുഹൃത്തുക്കളുമായി ഇവിടെ വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും അത്തരത്തിൽ പകൽ സമയം മാത്രം ഈ പ്രദേശത്തോട്ട് വരിക എന്നുള്ള മാത്രം ഒരു മുന്നറിയിപ്പാണ് ഞാൻ തരുന്നത്. എല്ലാവരും ഇത് പരമാവധി സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുക എന്ന് മാത്രം അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടില്ലോ, മൊത്തം ഈച്ച കാടുകളാണ്. അതായത് നമ്മൾ ഈ ആനകളെ ഏറ്റവും കൂടുതൽ, വന്യമൃഗങ്ങളിലെ ആനകളെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യം ഉപയോഗിക്കുന്ന സംഗതിയാണ് ഈ കാണുന്നത്. അതായത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളെ കാണിച്ചായിരുന്നു ആനപ്പിണ്ടം. ഈ സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ്. ഇത് നമ്മുടെ പള്ളിയിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇത് പള്ളിയിലേക്കുള്ള എൻട്രൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ നല്ലൊരു കാടിൻ്റെ ഒത്ത അകത്ത് നിൽക്കുകയാണ് നമ്മൾ. വളരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു വിഷ്വൽസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല കുറ്റക്കുരുട്ട, ഒരു മനുഷ്യനില്ല ഈ പ്രദേശത്ത്. ഒരു മനുഷ്യനാക്കി ഞങ്ങളല്ലാതെ ഒരു മനുഷ്യനില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ചോദിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നിലക്കൽ പള്ളിയിലേക്കാണെന്ന് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് കയറ്റി വിട്ടത്. അതുകൊണ്ട് വളരെ ഇതായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പകൽ സമയത്ത് ഈ പള്ളിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കുക. രാത്രി ഒരിക്കലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു കാരണവശാലും, അത്രയും പ്രശ്നമായിട്ടുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. ഒന്നും കാണത്തില്ല, ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. വണ്ടിയുടെ വെട്ടത്തിലുള്ള ഒരു ചെറിയ ഇതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്കുള്ളിൽ നല്ലതുപോലെ ഭയമുണ്ട്. കാര്യം ഈ സമയം 2-2:30 സമയമായി, നല്ല അത്യാവശ്യം ചെറിയ മഴ ചാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളാരും ഇപ്പോൾ രാത്രി, ഞാൻ ആവർത്തിച്ച് പറയുന്നത്, അത്രയും ബുദ്ധിമുട്ട് ഉണ്ടാകും. ഞങ്ങൾ വരുന്ന വഴിയിലൊക്കെ ഹെവി റിസ്ക് എടുത്തിട്ടാണ് വന്നത്. നിങ്ങൾ കണ്ടിരുന്ന എൻ്റെ വീഡിയോ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പകൽ സമയത്തേ വരാവുള്ളൂ. അത്യാവശ്യം മനോഹരമായ കാടിനകത്ത് നിൽക്കുന്ന ഒരു പള്ളിയാണ്. അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ കൈകാര്യം ചെയ്യുക. നമ്മൾ ഇത്തരം യാത്രകൾ കൊണ്ട് നമ്മുടെ പ്രകൃതിയെ അടുത്തറിയാനും അതോടൊപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള നിലപാടുകൾ നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാഹസിക യാത്രകൾ ഒരു തരത്തിലും പ്രകൃതിയെ മോശമാക്കുന്ന തരത്തിലാകരുത്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ യാത്രയിലുടനീളം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. ആയതിനാൽ നമ്മൾ പോകുന്ന ഭാഗങ്ങളിലൊന്നും തന്നെ നമ്മുടെ ആഹാര വസ്തുക്കളോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങളോ കുപ്പി അത്തരം സംഗതികളൊന്നും തന്നെ നമ്മുടെ കാടിനെ മലീമസമാക്കുന്ന തരത്തിലേക്ക്, നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഒന്നും തന്നെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് എന്ന ഒരു മെസ്സേജ് കൂടി ഞാൻ നിങ്ങളെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വഴികളിലൊക്കെ തന്നെ വന്യമൃഗങ്ങളുടെ കൂട്ടമായി വരുന്ന വഴികൾ തന്നെയാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ